ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്നല്ലേ. ഞാനൊരു ബർമസലി പായസം വെക്കുകയാണ്, സേമിയ പായസം. ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, മൂത്ത മോന്റെ. അപ്പം ഒരു പായസം നാട്ടിലായാലും വെക്കാറുണ്ട് പായസം. അപ്പൊ ഞാൻ 6 വർഷം കൊണ്ട് ഞാൻ കുവൈറ്റിലാണ്. 6 വർഷം കൊണ്ട് ബർത്ത്ഡേക്ക് 2 മക്കളും ബർത്ത്ഡേക്ക് ഞാനില്ല. അപ്പൊ ഇന്ന് ഞാനൊരു പായസം വെക്കാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി നെയ്യ് എടുത്ത് 2-3 സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഉരുളിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്ത് പോരാം. ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് പോരാം. കുറച്ച് മുന്തിരിങ്ങ, ഒരു 2 ഗ്രാം പറയാനൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. എത്ര വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ കയ്യിലുള്ള കണക്ക് ചേർക്കാം. ഞാനിപ്പോ കുറച്ച് ചേർക്കുന്നുള്ളൂ. കുറച്ച് ഞാനങ്ങ് മാറ്റി വെച്ചു. ഇനി ക്രിസ്മസിന് പായസം വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അതിന്റെ പകുതി അങ്ങ് മാറ്റി വെച്ചു. പകുതി എടുത്തോളൂ. ഞാനിത് കോരി മാറ്റുവാണ്. പിന്നെ ബർമസലി ഇതിലോട്ട് ഇട്ടത്, സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗ്രാമേ ഉള്ളേ. ഞാനൊരു 4 ഗ്ലാസ് പാലില് 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് ഇതിൽ ഒഴിക്കുന്നത്. ഇവിടെ പിന്നെ പാലിൽ നിന്നും ഇഷ്ടം പോലെ പാലുണ്ട്. അപ്പൊ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിലോട്ട് വെള്ളം ചേർത്താണ് ഒഴിക്കുന്നത്. 6 ഗ്ലാസ് വെള്ളവും ഞാൻ വെച്ചിട്ട് 4 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും കൂടെ. അപ്പൊ ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ വേകട്ടെ. എന്നിട്ട് ഞാൻ ചവ്വൊരു 3/4 ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ചുകൂടെ വെന്താൽ മതി. എന്റെ കൈക്ക് 1 പിടി ചവ്വരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അളവൊന്നും എനിക്ക് വലിയ പാചകക്കാരിയും അങ്ങനെയൊന്നും അല്ല എനിക്ക്. പിന്നെ ഞാൻ ചെയ്യാൻ ഇഷ്ടമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ എക്സ്പെർട്ട് അളവും കാര്യങ്ങളും തൂക്കി അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് നല്ല കറക്റ്റായിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇതുകൂടെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതുകൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഏതാണ്ട് 3/4 ഭാഗം വെന്ത്, ഫുള്ള് ചേർക്കുന്നില്ല. എത്ര അളവെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ കൈക്ക് 2 കൈ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർക്കണം, എന്ന് വെച്ചാൽ ഇതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ശകല ഉപ്പ് ചേർത്തെങ്കിലേ കൊള്ളാവും. ശകല ഓക്കെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ 2 ടീസ്പൂൺ ചേർക്കല. ഏലക്കയുടെ മണമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊള്ളാവും. പായസത്തിന്റെ അവസാന മിനിറ്റ് പടിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സൗണ്ട് കുറവാണെന്നോന്ന് ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് പറയുന്നത്. നല്ല റിച്ച് പായസമാണ് കേട്ടോ. പാലൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ചൂടായാൽ മതി, ഇതിന് തിളയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പൊ നമുക്കിതിൽ വറുത്ത് വെച്ചിട്ട് കാഷ്യൂ ഗ്രേപ്സും കൂടെ ഇട്ട് കൊടുക്കാം.
അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട് പായസം. ഞാനിതിപ്പോ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പായസമൊക്കെ കണ്ട ഒന്നും നക്കാത്തവരാരുണ്ടോ, ഒന്ന് ഉപ്പ് നോക്കാത്തവരും നക്കാത്തവരൊക്കെ ആരുണ്ട്. ഞാനാണ് ഈ തവിയൊക്കെ ഒന്ന് അടിപൊളി പായസം റെഡി. ബർമസിലി പായസം. ആഹാ, എന്താ